സുഹൃത്തുക്കളെ, ഇന്ന് 2025 ജൂൺ മാസം 19-ാം തീയതി. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ദേശീയ വായനാ ദിനമാണ്. ഫാദർ ഓഫ് ദ ലൈബ്രറി എന്നറിയപ്പെടുന്ന ശ്രീ PN പണിക്കരുടെ ഓർമ്മ ദിനം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഈ നല്ല മുഹൂർത്തത്തിൽ എന്നോടൊപ്പം എന്നുള്ളത് നമ്മുടെ സെബാസ്റ്റ്യൻ വലിയകാല സാറാണ്. സാറ് നമസ്കാരം. ഈ നല്ല മുഹൂർത്തത്തിൽ എന്നോടൊപ്പം ആയിരിക്കാനും നല്ലൊരു റീൽ എടുക്കാനും ഒക്കെ ആയിട്ട്. സെബാസ്റ്റ്യൻ വലിയകാല സാറിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു അധ്യാപകൻ, പത്രപ്രവർത്തകൻ, പത്രാധിപർ, പ്രസാധകൻ, സാംസ്കാരിക പ്രവർത്തകൻ, ദ സ്റ്റുഡൻറ്റ് വോയിസ്, മലപ്പുറം വോയിസ് എന്നീ മാസികകളുടെ വോയിസ് ബുക്സിൻ്റെയും സ്ഥാപകനും ചീഫ് എഡിറ്ററുമാണ്. മഞ്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൻ്റെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ പ്രൊഫഷണൽ പരസ്യ ഏജൻസി ലക്ഷ്മി പബ്ലിസിറ്റിയുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറും ആയിരുന്നു. 78 മുതൽ മഞ്ചേരിയിൽ ഇംഗ്ലീഷ് അധ്യാപകൻ, ക്രിയേറ്റീവ് ഇംഗ്ലീഷ് IELTS പരിശീലകൻ, ഇംഗ്ലീഷ് ഭാഷാ സ്നേഹികളുടെ ഇടയിൽ പ്രചാരം നേടിയ സ്പീക്നിക് എന്ന പുതിയ ഇംഗ്ലീഷ് പദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നെല്ലാം നിലകളിൽ ഇദ്ദേഹം അറിയപ്പെടുന്നു. 1981 മുതൽ 10 വർഷം മലപ്പുറം ജില്ലയിൽ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ കറസ്പോണ്ടൻ്റായി പ്രവർത്തിച്ചു. അതിനുശേഷം ദ ഹിന്ദുവിൻ്റെ ഞായറാഴ്ച പതിപ്പിലും മലയാള വാരികകളിലും അദ്ദേഹം എഴുതുന്നു. പ്രണയത്തിൻ്റെ പുസ്തകം, കഥയുടെ കനലുകൾ, തിരഞ്ഞെടുത്ത 33 കഥകൾ, മലബാർ കവിതകൾ 2010, മലയാള കവിത 2011, മലയാള കവിത 2012, മലയാള കവിത 2013, മലപ്പുറത്തെ എഴുത്തുകാർ, കോട്ടയത്തെ എഴുത്തുകാർ എന്നിവ ഉൾപ്പെടെ 150ഓളം പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലപ്പുറം ഹെറിറ്റേജ് ക്ലബ്ബ്, മഞ്ചേരി ട്രാവലേഴ്സ് ഗിൽഡ്, വോയിസ് ഇംഗ്ലീഷ് ക്ലബ്ബ് എന്നിവയുടെ സ്ഥാപക പ്രസിഡന്റും മലപ്പുറം ഹിലാറ്റലിക് ക്ലബിൻ്റെ സ്ഥാപക സെക്രട്ടറിയുമാണ്. സാറേ, പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ. ഇത്രയും വലിയ രീതിയിലൊക്കെ പ്രവർത്തിച്ച സാറിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. സാറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾക്കൊരു ചെറിയൊരു അഭിമുഖം നടത്തുന്നതിൻ്റെ പ്രശ്നമില്ലല്ലോ? കുഴപ്പമില്ല. ഓക്കെ. നമ്മൾ സാറിൻ്റെ ഈ പുസ്തകം ഞാൻ വായിച്ചു. സാർ എഴുതി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്, ഓർമ്മയുടെ പുസ്തകം. സാറിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ആണ് ഈ പുസ്തകത്തിൽ മുഴുവനുള്ളത്. സാറ് ഈ പുസ്തകത്തെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? ഇത് ഞാൻ കുറച്ച് വായിച്ചു. ഇതിന്റെ ഒരു 3 ഭാഗമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകം യഥാർത്ഥത്തിൽ എൻ്റെ ആത്മകഥാംശം നിറഞ്ഞ ഓർമ്മക്കുറിപ്പുകളാണ്. പ്രധാനമായിട്ടും എന്നെപ്പറ്റിയല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇടപെട്ടിട്ടുള്ള വ്യക്തികളെയും സാംസ്കാരിക രംഗത്തുള്ളവരും പൊതുരംഗത്തുള്ള ഒത്തിരി ആളുകളെയൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 1000ഓളം ആളുകളുടെ പേരുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആത്മകഥാംശം വളരെ കുറവുള്ള, അപരാംശം കൂടുതലുള്ള ഒരു പുസ്തകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതേക്കുറിച്ച്. ഉദാഹരണം, ആ പുസ്തകത്തിൻ്റെ ഇതിൽ പരാമർശിച്ചിട്ടുള്ള വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും എല്ലാം പേരുകൾ വിശദമായിട്ട് ഇൻഡെക്സിൽ, പദസൂചിയിൽ അവസാനം കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് റെഡി റെഫറൻസിന്റെ സഹായകമായ രീതിയാണ്. ഇതിനുള്ള പുസ്തകങ്ങൾ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും ഇൻഡെക്സ് അത്യാവശ്യമുണ്ട്. അത് ഇതിൽ ചെയ്തിട്ടുണ്ട്. 20 പേജോളം ഇൻഡെക്സ് ആണ്. അപ്പോൾ സാറ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന, സാറ് തള്ളകം സെൻറ് മേരീസ് LP സ്കൂളിലെ പഠനത്തിന് ശേഷം 5ാം ക്ലാസ് മുതൽ BA B.Ed വരെ മാന്നാനത്തെ സെന്റ് എഫ്രൈം സ്കൂളിൽ പഠിച്ചു. പിന്നെ KE കോളേജ്, സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ചു. സാറ്, ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഈ ഇംഗ്ലീഷ് മീഡിയം തപ്പിപ്പോകുന്നതിനെ കുറിച്ച് സാറിൻ്റെ എന്താ അഭിപ്രായം? അത് പ്രത്യേകിച്ച് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വർഷം 2025 നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ നിന്നും ഫസ്റ്റ് റാങ്ക് കിട്ടിയ ദീപ്നിയ എന്ന് പറയുന്ന ഒരു കുട്ടി, പേരാമ്പ്രക്കാരത്തെ ഒരു കുട്ടി, അത് മലയാളം മീഡിയത്തിൽ തന്നെ പഠിച്ച് വളർന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഈ ഫസ്റ്റ് റാങ്ക് വാങ്ങി. നമ്മുടെ കുട്ടികളെല്ലാം ഈ ഇംഗ്ലീഷ് മീഡിയം അന്വേഷിച്ച് പോകുന്നു. സാറ് ഞാൻ നോക്കുമ്പോൾ സാറും LP സ്കൂൾ എന്നൊക്കെ പറയുന്ന മലയാളം മീഡിയത്തിലല്ലേ പഠിച്ചു വന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സാറിനൊന്ന് എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം ഒന്ന് പറയുമോ? യഥാർത്ഥത്തിൽ മലയാളം മീഡിയം പഠിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവിടെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ പഠിച്ച മാന്നാനം ഹൈസ്കൂളിലാണ്. അത് കഴിഞ്ഞ് അവിടെ ഇംഗ്ലീഷ് അധ്യാപകർ വളരെ പ്രഗത്ഭരായിരുന്നു. ഇംഗ്ലീഷിൽ ഒരു ഇൻട്രസ്റ്റ് നമ്മളിലേക്ക് ഉണ്ടാക്കാൻ പര്യാപ്തരായ അനേകം നല്ല അധ്യാപകർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് എന്നെ മിഡിൽ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ചൂരക്കുളത്തെ CJ ജോസഫ് സാർ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിനോട് ഒരു അഭിനിവേശവും താല്പര്യവും എന്നിൽ ഉണ്ടാക്കിയത് CJ ജോസഫ് സാറാണ്. സാറിന് ഞാൻ എപ്പോഴും ആ കാര്യത്തിൽ സ്മരിക്കാറുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷ് മീഡിയം കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് ആരും തടസ്സം മലയാളം മീഡിയം കൊണ്ട് ഉണ്ടാകുന്നില്ല. ഉദാഹരണമായിട്ട് എൻ്റെ സീനിയറായ, ഒരു വർഷത്തെ സീനിയറായി പഠിച്ച ശ്രീ ആനന്ദ് ബോസ്, CV ആനന്ദ് ബോസ്, ഒരു വർഷം എൻ്റെ സ്കൂളിലും കോളേജിലും
എല്ലാ ക്ലാസ്സിലും ഒരു വർഷം മുന്നിലായി. മലയാളം മീഡിയത്തിൽ അദ്ദേഹം മാതാന സെന്റ് ഫ്രെയിംസിൽ എന്റെ ക്ലാസ്സിൽ എന്റെ ഒരു ക്ലാസ് മുമ്പ് പഠിച്ച ആളാണ്, എന്റെ സീനിയറായി. ഇപ്പൊ ഡൽഹിയിലാണെന്ന് അല്ല, തോന്നുന്നു. ഇപ്പം ഗോവ ഗവർണർ. ഗോവ ഗവർണറായി. ഓക്കെ ഓക്കെ. അദ്ദേഹം അതുപോലെ തന്നെ പി ഡിഗ്രിക്ക് മാന്നാനത്താണ് പഠിച്ചത്, ബി എക്ക് മാന്നാനത്താണ് പഠിച്ചത്. മാന്നാനം അത് കഴിഞ്ഞ് SB കോളേജിലെ മറ്റാണ് അദ്ദേഹം പഠിക്കുന്നത്. സമകാലികനാണ് എന്റെ ഒരു ക്ലാസിന്റെ മാത്രം. അതുപോലെ അദ്ദേഹം പിന്നെ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും എല്ലാം വളരെ. സാറിന് IAS പഠിക്കണമെന്നുണ്ടായിരുന്നു? എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം IAS വക്കീലോ ആകണമെന്നുള്ളതായിരുന്നു. അത് രണ്ടും അതെന്താണ് അത് നടക്കാതെ പോയത്? അതിനെ പ്രധാനമായിട്ടും അന്നത്തെ സാമ്പത്തികമായിരിക്കും. കാരണം എന്നാലും എനിക്ക് പിന്നെ വക്കീലാകുന്നതിന് എനിക്ക് ലോ കോളേജ് തിരുവനന്തപുരത്ത് അഡ്മിഷൻ കിട്ടിയതാണ്. ആ സമയത്താണ് ശരിക്കും എനിക്ക് CMS കോളേജിൽ MAക്ക് അഡ്മിഷൻ കിട്ടുന്നത്, MA ഇംഗ്ലീഷ്. ആ സമയത്ത് സാറിന്റെ കൂടെ അഡ്മിഷൻ കിട്ടിയ ആരുടെയും എന്റെ ഒരു വർഷത്തെ സീനിയറായിരുന്ന ഇവിടുത്തെ ചെറുവള്ളിലെ തോമസ് ജോസഫ് സാർ, പുള്ളിക്കാരൻ എന്റെ വർഷത്തെ സീനിയറാണ്. അദ്ദേഹം ലോ കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാദർ കുട്ടിയച്ഛന്റെയും ശ്രമഫലമായിട്ട് കൂട്ടനല്ല ഫാദർ കുട്ടിച്ചേട്ടന്റെ കൂടെ ശ്രമഫലമായിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടിയതാണ്. പക്ഷെ എനിക്ക് ആ സമയത്ത് തന്നെ വീടിനടുത്തുള്ള CMS കോളേജിൽ MA ഇംഗ്ലീഷ് കിട്ടിയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചേർന്നു. അങ്ങനെ എന്റെ വക്കീലാകാനുള്ള മോഹം അവസാനിച്ചു. പിന്നെ IAS ഞാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് BA കഴിഞ്ഞിട്ട് B.Ed ചേർന്നു. പിന്നെ MAക്ക് ചേർന്നു. CMS കോളേജിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, അവിടെ MAക്ക് ചേർന്നു. ഇംഗ്ലീഷിനോട് ഒരു അഭിനിവേശം ആദ്യം തന്നെ ഉണ്ടാക്കിയത് ഈ പ്രൈമറി ക്ലാസ് മിഡിൽ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിരുന്ന CJ ജോസഫ് സാറാണ്. പിന്നെ ഹൈസ്കൂളിൽ പഠിച്ച ശ്രീയക്ക് സാറ്, കോളേജിൽ പഠിപ്പിച്ച കുന്നുംപുറം എന്നെയും പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ കോളേജിൽ തറപ്പേല ജോർജ് സെബാസ്റ്റ്യൻ സാർ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഇവരെല്ലാം നമ്മുടെ നാട്ടുകാരും കൂടി, അവരുടെ എല്ലാം സ്വാധീനം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതേ പുസ്തകത്തിൽ അവരുടെ എല്ലാം കാര്യം ഞാൻ പറഞ്ഞു എഴുതിയിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. സാറേ, ഈ സാറിന്റെ ഈ പ്രസിദ്ധീകരണങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയുമോ? ഈ പ്രസിദ്ധീകരണങ്ങൾ സ്റ്റുഡൻസ് വോയിസ്, മലപ്പുറം വോയിസ് എന്നൊക്കെ പറയുന്ന പ്രസിദ്ധീകരണങ്ങൾ കുറെ ഉണ്ടല്ലോ, ഇത് ഞാൻ കാണുന്ന ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എനിക്ക് പണ്ട് പോലെ വായന കൂടുതലുണ്ടായിരുന്നു. എല്ലാം കിട്ടുന്ന എന്തും വായിക്കുന്ന സ്വഭാവമായിരുന്നു. ഈ വായിച്ച് എനിക്ക് ഈ പുസ്തകങ്ങൾ എഴുതണമെന്നും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നും മാസികകളൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പത്രപ്രവർത്തനത്തിലേക്ക് ഒരു താല്പര്യം ഉണ്ടായത്. ഞാൻ പിന്നീട് കോളേജ് കാലം മുതൽ കൂടുതലും വായിച്ചിരുന്നത് അക്കാലത്ത് ഇംഗ്ലീഷിലെ പുസ്തകങ്ങളും മാസികകളുമായിരുന്നു. മലയാളം ഒരു പരിധി വരെ മലയാളം കുറവായിരുന്നു. ആ ഇംഗ്ലീഷിലെ അതെല്ലാം പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വായന ഒരു ലഹരിയായിട്ട് പടർന്നു കയറിയപ്പോൾ ലോക സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പുസ്തകങ്ങളും ഞാൻ ഇംഗ്ലീഷിൽ തന്നെയാണ് വായിച്ചിട്ടുള്ളത്. അത് ഇംഗ്ലീഷിലുള്ള അഭിനിവേശം കൂടി ഒരു പത്രപ്രവർത്തകനാകണമെന്ന് എനിക്ക് തോന്നി. അന്ന് ഞാൻ ദേശീയ ലെവലിലുള്ള പത്രങ്ങളിൽ എവിടെയെങ്കിലും പ്രവർത്തിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ ഒരു അറിയിപ്പ് വന്നത്. ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും മനോരമയും മാതൃഭൂമിയാണ് ഞാൻ സ്ഥിരമായി വായിച്ചുകൊണ്ടിരുന്ന പത്രങ്ങൾ. അതെല്ലാം വീട്ടിൽ വരുത്തിയാണ് വായിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ പറഞ്ഞാൽ ഞാൻ ജോലി സ്ഥലത്ത് മഞ്ചേരി ജോലി സമയത്ത് അവിടെ വരുത്തിയാണ് വായിച്ചത്. ആ അറിയിപ്പ് പ്രകാരം ഞാൻ അതിലേക്ക് അപേക്ഷ അയക്കുകയും അങ്ങനെ ഒരു ഇൻ്റർവ്യൂ എല്ലാം നടത്തി. ഒരു എഴുത്ത് പരീക്ഷ ഇൻ്റർവ്യൂവിന് ശേഷം മലപ്പുറത്തെ റെഗുലർ കോൺട്രിബ്യൂട്ടർ എന്ന നിലയിൽ എന്നെ ഇന്ത്യൻ എക്സ്പ്രസ് നിയമിച്ചു. അത് എനിക്ക് എൻ്റെ അധ്യാപകൻ്റെ ജോലി തുടരുന്നതിന് തടസ്സമില്ല, എന്നാൽ ഈ ജോലി ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായി. പക്ഷേ ഞാനൊരു സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന നിലയിലല്ല, റെഗുലർ കോൺട്രിബ്യൂട്ടർ എന്ന നിലയിലാണ് പ്രവർത്തിച്ചത്. അങ്ങനെ ഒരു 12 വർഷം പ്രവർത്തിച്ചു. അതിന് പ്രത്യേകത അതിൽ നിന്ന് സാമാന്യം മാസം തോറുള്ള വരുമാനം ഉണ്ടായിരുന്നു. പുറമെ എഴുതുന്ന ഓരോ പീസിനും വേറെയും വരുമാനമുണ്ട്. അപ്പോൾ എനിക്ക് സ്കൂളിൽ നിന്ന് ലഭിച്ചിരുന്ന ശമ്പളത്തെക്കാൾ കൂടുതലായി ഈ പത്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. 12 വർഷം എൻ്റെ അഡീഷണൽ ഇൻകം കഴിഞ്ഞു. 12 വർഷം എൻ്റെ വാടക മുഴുവൻ മീറ്റ് ചെയ്തിരുന്നത് അവിടെ നിന്ന് കിട്ടിയിരുന്ന പൈസ കൊണ്ടാണ്. പിന്നെ എന്നിട്ടും മിച്ചമുള്ള പൈസ ഞാൻ പുസ്തകങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു. സാർ, ഈ മലപ്പുറത്തെ കുറെ വർഷങ്ങൾ ഞാൻ 39 വർഷത്തോളം 39+ വർഷം മലപ്പുറമാണ്. മലപ്പുറത്തെ ആൾക്കാരെ മലപ്പുറത്തെ കുറിച്ചും ആ ദേശത്തെ കുറിച്ചും ഒക്കെ സാറിന്റെ എന്താ അഭിപ്രായം? നല്ല മനുഷ്യരാണ്. എനിക്ക് 1-2 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവരൊക്കെ നല്ല മനുഷ്യരാണ്. അപ്പൊ അങ്ങനെ തന്നെയല്ലേ സാറിന്റെ? തീർച്ചയായിട്ടും. ഓക്കെ. ഞാൻ മലപ്പുറത്തേക്ക് ആദ്യം പോകുന്നത് 1978-ലാണ്. അല്പം ഒരു ഭയത്തോടു കൂടിയാണ് മലപ്പുറത്തേക്ക് പോയത്. മലപ്പുറം കത്തി എന്നൊക്കെ മലപ്പുറം കത്തി ഭയം ഉണ്ടായിരുന്നെങ്കിലും സിനിമയിൽ കേട്ടിട്ടുണ്ട്. ചിറങ്ങി കൊടുന്നതിന്റെ അവിടെ ഇടപെട്ട ആദ്യത്തെ 1-2 ആളുകളുടെ സൗമ്യമായ പെരുമാറ്റവും സ്നേഹത്തോടു കൂടിയുള്ള ഇടപെടലും എല്ലാം കണ്ടപ്പോൾ എൻ്റെ ഭയം പെട്ടെന്ന് മാറി.
എനിക്ക് അവിടെ കാണേണ്ടിയിരുന്ന എടുത്തു പറയാൻ പറ്റുന്ന 1-2 പേരുകൾ അവിടുത്തെ? തീർച്ചയായിട്ടും അവിടുത്തെ ഈ 30-40 വർഷത്തിന്റെ ഇടയ്ക്ക് അവിടുത്തെ എല്ലാ രംഗങ്ങളിലുമുള്ള സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും ഇവിടെ ഒത്തിരി MLA-മാരും MP-മാരും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരെ എടുത്തു പറയാൻ പറ്റുന്ന 2 പേരുകൾ? എടുത്തു പറയാൻ പറ്റുന്നത് മഞ്ചേരിയിൽ നിന്ന് നിങ്ങൾ പോകരുതെന്ന് എന്നോട് ശക്തമായി പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അത് മഞ്ചേരിയുടെ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാനും പല പ്രാവശ്യം മഞ്ചേരിയുടെ MLA-യുമായ MBM ഇസ്ഹാഖ് കുരുക്കൾ സാറാണ്. അദ്ദേഹം ഞാൻ വളരെ ഹൃദയമായ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു, മാഷ് ഇവിടുന്ന് പോകാൻ പാടില്ല. എന്നോട് ആദ്യം പറഞ്ഞു മഞ്ചേരി വിട്ടു പോകാൻ പാടില്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. അവിടുത്തെ ഈ വീടുകളിലെ ആഘോഷങ്ങളിലൊക്കെ സാർ പോയി പങ്കെടുക്കാം? ഭയങ്കര ആഘോഷമല്ലേ? കല്യാണമായാലും എല്ലാം നമ്മളെല്ലാരെയും വിളിക്കും. വളരെയധികം ആതിഥ്യ മര്യാദയുള്ള 5, 6, 7 ആൾക്കാരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വന്നു. ഭയങ്കര ആതിഥ്യ മര്യാദയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ക്രമേണ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ചെന്നതിന് 1970-കളിലും 80-കളിലും വളരെയധികം, പ്രത്യേകിച്ച് അന്ന് മാഷന്മാരായിട്ട് ചെല്ലുന്നവരെ പ്രത്യേക സ്നേഹമായിരുന്നു വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാഷന്മാർ. കാരണം അവർക്ക് ഇംഗ്ലീഷ് ഇച്ചിരി പുറകോട്ടായിരുന്നു. അപ്പം ആ ഇംഗ്ലീഷ് അവർക്ക് ഒരു പരിജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് മാഷന്മാരെ പ്രത്യേകിച്ച് നല്ലൊരു. സാറേ, ഈ സാറിന് ഒത്തിരി ഗ്രന്ഥശാലകളിലൊക്കെ ഇങ്ങനെ ഇതുള്ളതായിട്ട് മെമ്പർഷിപ്പ് ഉള്ളതായിട്ട് ഒന്ന് കാണിക്കാം, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? വായനാശീലം പണ്ടുമല്ലേ ഉണ്ടായിരുന്നു. അത് കൂടി ഞാൻ ആദ്യമായിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നത് 10 വയസ്സുള്ളപ്പോഴാണ്. അത് ഏറ്റുമാനൂർ SMS പബ്ലിക് ലൈബ്രറിയാണ്. അത് ഈ കാർഡ് ഇത് 3ാമത്തെ മെമ്പർഷിപ്പാണ്. ഞാൻ ഓരോ സ്ഥലത്തും പോകുമ്പോൾ മെമ്പർഷിപ്പ് ഇല്ലാതാകും, പിന്നെ വന്ന് ചേരും. ഇത് ഏറ്റവും പുതുതായിട്ട് 3-4 വർഷം മുമ്പ് ചേർന്ന. എനിക്കിപ്പോൾ ആപ്പാട് 72 ലൈബ്രറികളുടെ ലോകത്തെമ്പാടുമുള്ള ലൈബ്രറി മെമ്പർഷിപ്പ്. കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമായിട്ട്. ബ്രിട്ടീഷ് ലൈബ്രറി ലണ്ടൻ മെമ്പർഷിപ്പാണ്. 2026 ജൂൺ 29 വരെ എനിക്ക് അവിടെ മെമ്പർഷിപ്പ് ഉണ്ട്. അറിയിപ്പുകൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഓരോ കാര്യങ്ങളും എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇംഗ്ലണ്ടിലെ സറേ ആൻഡ് സസെക്സ് കൗണ്ടിയിലുള്ള 49 ലൈബ്രറികളിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ഈ കാർഡ് കൊണ്ട് ആ ലൈബ്രറിയിലേക്കെല്ലാം നമുക്ക് അതെ, ഒരു വലിയ വിശാലമായ കൗണ്ടിയാണ്. അതിലേക്കുള്ള 49 ലൈബ്രറികളിലേക്കും എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ലൈബ്രറി തിരുവനന്തപുരം മെമ്പർഷിപ്പ് ഉണ്ട്. തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് ലൈബ്രറി ഏറ്റവും ആദ്യത്തെ ലൈബ്രറിയാണ്, ഏറ്റവും പ്രൗഢമായ ലൈബ്രറിയും കൂടിയാണ്. വലിയ ശേഖരം അവിടെയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ബാംഗ്ലൂരിലെ സെൻട്രൽ ലൈബ്രറി മെമ്പർഷിപ്പ് ഉണ്ട്. ബാംഗ്ലൂർ ബാംഗ്ലൂർ സെൻട്രൽ ലൈബ്രറി മെമ്പർഷിപ്പ് സാറേ, ഇതെല്ലാം സാറിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്നതാണ് അല്ലെ? ഇതൊക്കെ ഞാൻ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണ്. എന്റെ സ്വന്തമല്ല, ഞാൻ പ്രസാധകൻ എന്ന നിലയിൽ പ്രസിദ്ധീകരിച്ച. അതില് 10-15 ഞാൻ ഇതെല്ലാം ഞാൻ എഡിറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് സാറേ ഒരു അവസാനമായിട്ട് സാറിന്റെ ഫാമിലിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്തായിരുന്നു. ജാൻസി സെബാസ്റ്റ്യൻ, എഡിറ്റർ, വോയിസ് ബുക്സ്. മാഡത്തിനെ കൂടെ ഒന്ന് വിളിക്കുകയായിരുന്നെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടുത്തായിരുന്നു. പിന്നെ സാറിന്റെ ഫാമിലിയെ കുറിച്ചുകൂടെ ഒന്ന് അറിയണം. അപ്പോൾ ഒന്ന് വിളിക്കുകയാണെങ്കിൽ ഫാമിലി ഒന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. സാറിൻ്റെ ഫാമിലിയാണ് ജാൻസി സെബാസ്റ്റ്യൻ, എഡിറ്ററാണ് വോയിസ് ബുക്സിൻ്റെ. എൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്, വാ. അപ്പോൾ ഞങ്ങൾ ഒരു കുടുംബമായിട്ടാണ് സാറിനെ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഈ അന്തർദേശീയ വായനാ ദിനത്തിൽ. അപ്പോൾ സാറിന്റെ ഫാമിലിയെ കുറിച്ചുകൂടെ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഉയർച്ചയ്ക്കും കാരണം എല്ലാവരുടെയും പുറകിൽ ഒരു സ്ത്രീ കരങ്ങളുണ്ടെന്ന് പറയുന്നത് അതാണ്. കാരണം വായനയിലും എൻ്റെ എഴുത്തിലും എല്ലാം ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ഒന്നിനും തടസ്സമില്ല, എല്ലാത്തിനും പ്രോത്സാഹനം മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു സംഗതി. പിന്നെ പുള്ളിയും വലിയ സാഹിത്യ പ്രേമിയാണ്. വായനയിലും കലയിലും എല്ലാം വലിയ താല്പര്യമുള്ള ഡാൻസും പാട്ടും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം ആയിരുന്നു. അപ്പം ചെയ്യുന്നില്ല,
മക്കളെ കുറിച്ചുകൂടെ ഇല്ലാത്തപ്പം ചെയ്യും. സാറിന്റെ മുന്നിൽ ഒറ്റ ആളുടെ സദസ്സിലാണോ അതെ അതെ മിക്കവാറും ചെയ്യാറുള്ളത്? പണ്ട് ഓക്കെ, സാറിനെ പൊതുവേദികളിൽ ചെയ്തിട്ടുള്ള അപ്പൊ സഭാകമ്പമില്ല. ഓക്കെ, മക്കളെ കുറിച്ചുകൂടെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എനിക്ക് 3 മക്കളാണ്. മൂത്ത മകള് 3 വർഷം മുമ്പ് മരിച്ചുപോയി, 40 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ മകൾ ഇപ്പം ഇവിടെ ഒരു ലണ്ടനിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇംഗ്ലീഷ് തന്നെയാണ്? ഇംഗ്ലീഷല്ല, അവിടെ മെഡിക്കൽ ഫീൽഡിലാണ്. അവിടെ സ്റ്റാഫ് നേഴ്സായിട്ടാണ് അവിടുന്ന് പോയത് NHS. അവിടുന്ന് പിന്നെ വേറെ അപ്ലൈ ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ ഹയർ സ്റ്റഡീസ് എല്ലാം നടത്തി. ഹയർ സ്റ്റഡീസും ഫെലോഷിപ്പും പോസ്റ്റ് ഗ്രാജുവേഷനിൽ അവിടെ തന്നെ കഴിച്ചിരുന്നു. അവിടുത്തെ ഫെലോഷിപ്പ് എടുത്തു. അതിനുശേഷം യൂണിവേഴ്സിറ്റിയിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് പുള്ളിയുടെ കുടുംബവും 2 മക്കളുണ്ട്. ഭർത്താവ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. 2 മക്കളുണ്ട് അവർക്ക്, ഒരാണും ഒരു പെണ്ണും. മൂത്ത മകൾക്ക് 9 വയസ്സ് പ്രായമുണ്ട്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ മകനാണ്. അവന് ബാംഗ്ലൂരാണ്, അവനും ഫാമിലിയും. അവന് IT ഫീൽഡല്ല, അവന് IT ഫീൽഡാണ്. മെയിനായിട്ട് ഒരു കമ്പനിയുടെ ഡിസൈൻ സെക്ഷന്റെ ഹെഡാണ്. ഇപ്പോൾ ഇന്റർനാഷണൽ കമ്പനിയാണ്. മാരീഡാണ്. വൈഫ് KPMG-ലാണ് ജോലി ചെയ്യുന്നത്. അതെ, ആ കമ്പനി. അവർക്കും 2 ബാംഗ്ലൂരൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കായിരുന്നു. UK-ൽ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു 6 മാസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് പോകും. ദേശീയ വായനാ ദിനത്തിൽ സാറിനോടൊപ്പം സാറിന്റെ ഫാമിലിയോടൊപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് വരികയും സാറിനെ പരിചയപ്പെടുകയല്ല, സാറിനെ ഒരു ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഈ കൂടുതൽ പുസ്തകങ്ങൾ സാറിൻ്റെ കയ്യിൽ കൂടെ വരട്ടെ, വിരിയട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.